ഹായ് വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷാണ്. ഒരു ക്ലാസിക് ഇറ്റാലിയൻ റെസിപ്പി, കാർബണോറ പാസ്ത. ഇത് ക്രീമൊന്നും യൂസ് ചെയ്യുന്നത്, പക്ഷേ ക്രീമി ടെക്സ്ചർ ആയിരിക്കും. വെറും മുട്ടയും ചീസും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ക്രീം. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ 3 എഗ്ഗ് യോക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ പർമേസൻ ചീസ്, പിന്നെ കുറച്ച് ഗാർലിക് പോട്ട്സ്, പിന്നെ മഷ്റൂം, ഒരു ബൗൾ മഷ്റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് ബീറ്റ് ചെയ്ത് സ്മൂത്താക്കുക. അപ്പോൾ എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ചീസ് ഇടുക. 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് സ്മൂത്ത് ആവുന്നവരെ, കട്ടില്ലാതെ ലംസ് ഇല്ലാതെ ആവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. വീണ്ടും ഒരു പാന് ചൂടാക്കുക. അതിലേക്ക് ഒലിവ് ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെളുത്തുള്ളി മുറിച്ച് വെച്ചത് അതിലേക്കിടും. അതൊന്ന് ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. ബ്രൗൺ ആയി കഴിഞ്ഞാൽ, മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ മുറിച്ച് വെച്ച മഷ്റൂം അതിലേക്കിടും. എന്നിട്ട് മഷ്റൂം നല്ല എന്താ പറയുക, ഡാർക്ക് ബ്രൗണായി നല്ല ഡ്രൈ ആയി അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആവുന്നവരെ ഹൈ ഫ്ലെയിമിൽ സോട്ട് ചെയ്യുക. അപ്പോൾ അത് മഷ്റൂം ആയിക്കൊണ്ടിരിക്കും, നമ്മൾ പാസ്ത കുക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ മഷ്റൂം നല്ല ഡ്രൈ ആയി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമ്മൾ പാസ്ത അതിലേക്ക് ആഡ് ചെയ്യും. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മഷ്റൂമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇനി തീ സ്വിച്ച് ഓഫ് ചെയ്യും. നമ്മൾ എഗ്ഗിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്യുമ്പം തീ സ്വിച്ച് ഓഫ് ചെയ്യണം. തീ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമ്മുടെ എഗ്ഗിൻ്റെയും ചീസിൻ്റെയും മിക്സ്ചർ അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അത് ടോസ് ചെയ്തുകൊണ്ട് നിൽക്കണം, ഇല്ലെങ്കിൽ അത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് പോലെ ആയിപ്പോവും. കണ്ടിന്യൂസ് ആയിട്ട് അത് പാസ്തയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇത് ഒഴിച്ച പാട് കുറച്ച് പാസ്ത വാട്ടറും കൂടെ ആഡ് ചെയ്യണം. ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്തത്, കാരണം വെച്ചാൽ അധികം ആഡ് ചെയ്താൽ ഭയങ്കര വാട്ടറി ആയിപ്പോവും. അപ്പോൾ കുറച്ച് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. തീ ഓഫാക്കാൻ ശ്രദ്ധിക്കുക. തീ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് സ്ക്രാമ്പിൾഡ് ആവും. എന്നിട്ട് പാസ്ത വാട്ടർ ആഡ് ചെയ്തിട്ട് ആ പാൻ്റെ ചൂട് കൊണ്ട് അത് ആ സോസ് നല്ല ക്രീമി ആൻഡ് ഗ്ലോസി ആയിട്ട് വരും. അപ്പം നിങ്ങൾക്ക് എത്ര ഇത് എന്താ പറയുക ക്രീമി ടെക്സ്ചർ വേണോ അത്രയും നിങ്ങൾക്ക് പാസ്ത വാട്ടർ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പാസ്ത ടോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മഷ്റൂം കാർബണാറ പാസ്ത റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എളുപ്പമാണ്, നല്ല ഈസി റെസിപ്പിയാണ്. Thank you for watching. Please like, share, comment and subscribe. And thank you for watching.